ഒരു ദിവസം നമ്മുടെ ഫ്രാങ്ക്ലിൻ എണീറ്റ് നോക്കുമ്പോൾ ഇതാ ഫ്രണ്ടിൽ ഇതാ കുറെ ബോഡി ഗാർഡ്സ് ബൗൺസേഴ്സും അതിന്റെ ബാക്കിലാണല്ലോ നമ്മുടെ പിഞ്ചാനും ഷിഞ്ചാനും നിൽക്കണത്. അല്ല നിങ്ങളൊക്കെ ആരാണ് ഏ സാർ നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായി കാണില്ല. ഞങ്ങള് സ്റ്റാർ ബൗൺസേഴ്സിൽ നിന്നാണ്. ഞങ്ങളുടെ സിഇഒ ആദിൽ ബ്രോ ആണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അയച്ചത്. ഈ 24/7 നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ മറ്റേ റോഷനും അതിലും അല്ല ഇന്നെ ഞാൻ ഈ പാവപ്പെട്ടവനല്ലേ എന്റെ അടുത്തേക്ക് എന്തിനാ അയച്ചേക്കുന്നവരെ? സാറ് നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ സ്യൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ഇട്ടാ മതി. ഇനി മുതൽ നിങ്ങൾ ഫുൾ റിച്ച് ആണ്. എന്താ ചെയ്യാ, നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങളേതോ ബിറ്റ് കോയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഏതോ കോയിൻ അല്ലേ, ആ കോയിൻ ഇപ്പോ ഏകദേശം 3 കോടിയാണ് വാല്യൂ. അതായത് 300 ബില്യൺ എന്തോ ആണെന്ന് എന്തൊക്കെയാ പറയുന്നത് കേട്ട്. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പൊ റിച്ച് ആണ്. പിന്നെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് പൈസ വല്ലതും ഞാൻ തരേണ്ട ആവശ്യമുണ്ടോ? അതോ നിങ്ങളെ സിഇഒ ആണ് നിങ്ങൾക്ക് തരിക? എന്റെ ഫ്രണ്ട് അല്ലേ സിഇഒ. അപ്പോ നിങ്ങൾക്ക് അവര് തരത്തില്ലേ? അതോ ഇനി ഞാൻ തരണോ? വേണ്ട സാർ, ഞങ്ങൾക്ക് ഫുഡ് മാത്രം മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ സിഇഒ തരുന്നതാണ്. ലോസ് ആൻഡോസിലെ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ഫാമിലി ആയ ഒരു ഫാമിലിത്തെ മെമ്പറാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ. അപ്പോൾ ഈ ഫ്രാങ്ക്ലിനെ ആണെന്നുണ്ടെങ്കിൽ വലിയ ആഡംബരം ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഒരു മിഡിൽ ക്ലാസ് പോലെ അദ്ദേഹത്തിന് ജീവിക്കാൻ താല്പര്യമുള്ളൂ. അപ്പോൾ ആളെ വീട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റിച്ച് ആയിട്ട് നടക്കുന്ന ടീം ആയതുകൊണ്ട് തന്നെ ആൾക്കത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആൾ കുറേ സേവിങ്സ് പൈസ വെച്ചിട്ട് ഒരു 10-18 വയസ്സിലാണ് തോന്നുന്നു ഇവൻ ഒരു കോയിൻ മേടിച്ചു. ഒരു ഓൺലൈൻ കറൻസി അങ്ങനെ എന്തോ പറയുന്ന ഒരു കോയിൻ. ആ കോയിന്റെ വാല്യൂ കുറഞ്ഞു പോയി. അത് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. അപ്പോൾ ഇവൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ലാസ്റ്റ് ഇപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഈ ലോസ് ആൻഡോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിച്ചസ്റ്റ് പേഴ്സൺ ആണ് ഇപ്പോൾ ഫ്രാങ്ക്ലിൻ. കാരണം ആ ഒരു കോയിൻ ആകെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രാങ്ക്ലിൻ, അതേപോലെ തന്നെ ഇവന്റെ ഒരു ഫ്രണ്ടും മാത്രമാണ്. അല്ല ബ്രോ, ഇത്രയും വലിയ ബില്യണർ അല്ലേ ഞാൻ. അപ്പോ ഇതല്ലേ എന്റെ വണ്ടി. എനിക്ക് ഇതുക്കും കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള വണ്ടി വേണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം മാത്രമേ ഉള്ളൂ, പക്ഷെ വേണമെന്നില്ല. അല്ല സാറ്, സാറ് പറഞ്ഞു ഇതാക്കാൻ പറ്റില്ല. സാറ് ഏത് വണ്ടിയാ വേണ്ടത്? സാറ് നമുക്ക് ഇപ്പൊ തന്നെ കടയിൽ പോയിട്ട് എടുക്കാം. എന്താ പറയണേ, നിങ്ങളിപ്പോ വലിയ ബില്യണർ, ട്രില്യണർ. അപ്പോ നിങ്ങൾ പറയുന്ന പോലെയല്ലേ ഇപ്പോ ലോസ് ആൻഡേഴ്സ്. സാറേ, ഈ സംഭവം അറിഞ്ഞ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ആദിൽപുറവും ബ്രോസുംപുറവും പറയാൻ പറഞ്ഞതാ. അപ്പോ നിങ്ങളുടെ അടുത്തോട്ട് ചിലപ്പോ ഒരു കോൾ വരാൻ സാധ്യതയുണ്ട്. അല്ല മിസ്റ്റർ ജെയ്സൺ, യവന്മാരെന്തിനാ എന്റെ പിന്നാലെ ഓടി വരുന്നേ? യവന്മാരോട് അവിടെ നിൽക്കാൻ പറ. എനിക്ക് ഞാനൊരു ത്രില്ലിയറിനെ ഒന്നുമില്ല. ഞാനൊരു പണക്കാരനാണെന്ന് ആരും കാണാൻ പറ്റൂല. അത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു പാവപ്പെട്ടവനാണ്. ഇത് എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ കുരിപ്പ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നോ? ഷിൻചാനെ എന്താ പരിപാടി? എന്താ പരിപാടിനോ? ഞാനൊരു ഗുഡ്സ് നിറയെ മറ്റേ ഐസ്ക്രീം പൊക്കി വന്നിട്ടുണ്ട്. വരുന്നുണ്ട്. മറ്റേ അരുൺ ഐസ്ക്രീമാണേ. അപ്പൊ അതിന്റെ പൈസ കൊടുത്തോണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് വലിയ ത്രില്യണറല്ലേ. പിന്നെ എനിക്കിപ്പോ ഇത് ലൈസൻസ് ഒപ്പിച്ചു തന്നോണ്ടു. എനിക്ക് ലൈസൻസ് ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് എനിക്കും ഈ വണ്ടി ഓടിക്കണം. ഇലക്ട്രിക് കാറല്ലേ, ഞാൻ നോക്കി ഓടിച്ചോടാ. എടാ, നിങ്ങളോടേ അവിടെ നിൽക്കാന്, നിങ്ങൾ അവിടെ നിന്നാ മതി. ഓക്കെ, നിങ്ങൾ പൊക്കോളാം. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ജെയ്സ. ആ സമയം തന്നെ നമ്മളെ ഫ്രാങ്ക്ലിന്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. മോനെ, നിന്റെ മുത്തച്ഛനാടാ. പിന്നെ നിന്റെ കയ്യിലിപ്പോ കുറെ കോടിക്കണക്കിന് കാശുണ്ടെന്നറിയാം. എനിക്ക് നമ്മുടെ കമ്പനി അറിയത്തില്ലേ? നമ്മുടെ കുടുംബം വലിയൊരു കുടുംബം തന്നെയാണ്. അപ്പോ നമ്മുടെ കുടുംബത്തില് ഇപ്പൊ ഫുൾ നഷ്ടങ്ങളാണ്. നീ പോയതിനു ശേഷം നമുക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ നീ ഒരു 200 കോടി തന്ന് സഹായിക്കാന്നുണ്ടെങ്കിൽ, അതായത് ഒരു 200 ബില്യൺ തന്ന് സഹായിക്കായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഹെൽപ്പായിരുന്നു. ഞങ്ങളത് നിനക്ക് തിരിച്ചു തരാം. കുറച്ച് സമയമാണെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈഫിൾ മേടയും പിന്നെ നമ്മുടെ റോയൽ തിയേറ്ററും നിനക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറെ കമ്പനീസും. പിന്നെ നിനക്കൊരു പി എ ഉണ്ട്. അപ്പോ ഇനി മുതൽ നിന്റെ പി എ നിന്റെ ഒപ്പം ഉണ്ടാവും. അപ്പോ അവൻ നാളെ വന്ന് നിനക്ക് ജോയിൻ ചെയ്യും.
അപ്പൊ നീ ഇപ്പോ നമ്മുടെ തിയേറ്ററിൽ ഒന്ന് പോയി നോക്കണം ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന്. ഓക്കെ? അതൊക്കെ ഓക്കെ. ഞാൻ എന്തായാലും 200 ബില്യൺ അല്ലേ, ഞാൻ തരാം. എൻ്റെ ഒരു ഫാമിലിക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ലല്ലോ കൊടുക്കേണ്ടത്, ബാക്കിയുള്ളവരും കൊടുക്കാന്നുണ്ട്. പക്ഷെ ഞാൻ തരാം, എന്തായാലും തരാം മുത്തച്ഛാ, ഒരു പേടിയും പേടിക്കണ്ട. ഞങ്ങളിപ്പോ ഓക്കെ തിയേറ്ററിലോട്ട് പോകാം. വേറെ എന്തൊക്കെ ചെയ്യണ്ടേ? ആ ഇനി നീയൊന്നും ചെയ്യണ്ട, ഒക്കെ നിന്റെ പിയെ നോക്കിക്കോളും. പിന്നെ ഇടയ്ക്ക് നീ തറവാട്ടിലോട്ടൊക്കെ ഒന്ന് വരണം കേട്ടാ. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നാ ശരി. ഞാൻ 200 ബില്യൺ ഗൂഗിൾ പേ ചെയ്തേക്കാം. ശരി എന്നാ, ഞാൻ തിയേറ്ററിലൊന്ന് പോയേക്കട്ടെ. ഗെയ്സ്, ഇതെന്തായാലും പൊളിച്ച്. തിയേറ്ററാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഫാമിലിക്ക് കൊടുത്തിരിക്കുന്നത്. അല്ല, ഫ്രാങ്ക്ലിൻ്റെ ഫാമിലി തിയേറ്ററാണ് ഫ്രാങ്ക്ലിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി ബമ്പർ അടിച്ച മാതിരി. കാരണം ഫ്രാങ്ക്ലിന് എപ്പോഴും സിനിമ കാണാൻ പോകുമ്പോൾ മറ്റേ ഹൗസ്ഫുള്ളാവും. ഫ്രാങ്ക്ലിൻ പറയും, ഞാൻ ഇരുന്നിട്ടാണെങ്കിലും കാണാം, 2000 റുപ്യ തരാം, നിങ്ങൾ എങ്ങനെയാലും എനിക്കൊരു സീറ്റും ഒരു ഒന്ന് കയറ്റിന് പറയും. അപ്പോൾ അവിടുത്തെ മാനേജർ വന്നിട്ട് ഫ്രാങ്ക്ലിനെ ഒരു ദിവസം മുഖത്തോട്ട് അടിച്ചിട്ടുണ്ട്, സ്ലാപ്പിഡ്. അപ്പോൾ ഇതിനൊരു റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പറ്റിയ അവസരമാണ്. കാരണം ഫ്രാങ്ക്ലിനാണിപ്പോൾ ലോസ് ആൻഡോസിലെ ഏക തിയേറ്ററായ റോയൽ തിയേറ്ററിൻ്റെ ഓണർ, CEO. അപ്പോൾ അറിയാലോ, ഇനി ഫ്രാങ്ക്ലിൻ്റെ വിളയാട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിന് അടുത്തത് എന്തായാലും ചെയ്യാൻ പോകുന്നതെന്ന് കാണാം. ഫ്രാങ്ക്ലിൻ സ്പീഡ് കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സ്പീഡൊന്ന് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാങ്ക്ലിന് അധികകാലം ജീവിക്കാൻ ഞാൻ അറിയും. ആ ഗെയ്സ്, ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ തിയേറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ മാനേജർ, എന്താണ് ഇവിടെ പരിപാടി? എടാ മാനേജറെ, നിക്കടാ അവിടെ. നിനക്കേ എന്നെ അന്ന് അടിക്കണമായിരുന്നില്ലേ? ഇപ്പോൾ ഈ തിയേറ്ററിൻ്റെ CEO ഞാനാടാ. ഇനി മുതലേ നീ ഇവിടുത്തെ സെക്യൂരിറ്റി ആയി നിന്നാ മതി, അണ്ടർസ്റ്റാൻഡ്? അവിടെ കിടന്നോ? ആ ജയ്സാ, നമുക്കേ ഒരു സിനിമ ഉണ്ട് വന്നാലാ? ഓക്കെ സാറേ, നമുക്ക് മാർക്കോക്കോ അല്ല, മാർക്കോ കത്തിപ്പടം സീനാട്ടാ. പിന്നെന്താ, ജെയ്സൺ പറഞ്ഞാൽ വേറെ എന്ത്, നമുക്ക് മാർക്കോക്ക് ഇടാം. എന്തായാലും വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് ഇടാം. ഇവിടെ വലിയ സുഖമില്ല, ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒക്കെ ഈ ഒരു കോട്ട് സ്യൂട്ടിട്ട് നടക്കുമ്പോൾ വലിയൊരു സുഖമില്ല. ഷിൻജാനെ, അനക്ക് മാർക്കോ കാണാൻ പറ്റൂല. ഈ മറ്റേ ലാലേട്ടൻ്റെ പടത്തിന് കയറിക്കോട്ടോ, ബറോസോ അങ്ങനെ എന്തോ അല്ലേ, അതിന് കയറിക്കോ. അതെന്ത് ടോക്കാണ് ഫ്രാങ്ക്ലിനെ? നിന്റെ അടുത്ത് ഇവിടെ ഫേക്ക് ID പ്രൂഫ് ഉണ്ട്. ഞാൻ 18,000 കോടി എടുത്തിട്ടാണ് മറ്റേ 18 വയസ്സിന്റെ ID കാർഡ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. കോടി കൊടുത്തു കഴിഞ്ഞാലും, ഇത് എത്ര കോടി കൊടുത്തു കഴിഞ്ഞാലും ഈ തിയേറ്ററിൻ്റെ ഓണർ ഞാനല്ലേ. അപ്പം ഞാൻ പറയണമാതിരിയാണ് ഇവിടെ നിയമം, അണ്ടർസ്റ്റാൻഡ്? ഓ ശരി രാജാവേ, രാജാവ് പറഞ്ഞ പോലെ തന്നെ. ആ സമയം തന്നെ ഫ്രാങ്ക്ലിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ആരായിരിക്കും വ്യക്തി? ഇനിയും ചുരുളറിയാത്ത രഹസ്യങ്ങൾ ഉണ്ടോ നമ്മുടെ ഫ്രാങ്ക്ലിന്? ഫ്രാങ്ക്ലിൻ ശരിക്കും ആരാണ്?